ഹായ്, എന്തൊരു സുഗന്ധം! എന്തിൻ്റെ മണമാണിത്? ഇളഞ്ഞിപ്പൂവിന്റെ മണമല്ല, പാലപ്പൂവിൻ്റെതുമല്ല, ചക്കപ്പഴത്തിൻ്റെതുമല്ല, പിന്നെ എന്തായിരിക്കും അത്? സുഗന്ധത്തിൻ്റെ ഉറവിടം എവിടെയാണെന്ന് അറിഞ്ഞോ? ഇല്ല, ഞങ്ങൾക്കറിയില്ല. കേശവ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പൂന്തോട്ടത്തിൽ വിശേഷപ്പെട്ട ഒരു പൂ വിരിഞ്ഞു നിൽക്കുന്നു. എന്നാൽ നമുക്ക് പോയി കണ്ടാലോ? പക്ഷേ എങ്ങനെ കാണും? പൂന്തോട്ടത്തിന് ചുറ്റും മുള്ളുവേലിയാണ്. കൂർത്ത പല്ലും ചുവന്ന നാവും ഉണ്ടക്കണ്ണുമുള്ള ചെന്നായകൾ കാവലുണ്ട്. എന്തു വന്നാലും അതൊന്ന് കാണണം. പറ്റിയാൽ അതൊന്ന് പറിച്ചെടുക്കണം. നമുക്ക് രാത്രിയിൽ പോകാം. എടാ, വെക്കാതെ നടക്ക്. ആരും സംസാരിക്കരുത്. നമ്മൾ തോട്ടത്തിനടുത്തെത്തി. ആരും ശബ്ദിക്കരുത്. തുരങ്കത്തിന്റെ പണി തുടങ്ങാം. മണ്ണ് മന്തിക്കോ. തുരങ്കം റെഡി. തുരങ്കത്തിലൂടെ എല്ലാവരും മിണ്ടാതെ പോണട്ടാ. ഹായ്, പൂവിന്റെ കൊതിന, നീളമുള്ള ഇലകൾ, എന്തൊരു മിനുസം! കുല കുലയായി വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ. ചെടി വേരോടെ പറിച്ചെടുക്കണം. എടാ, വേഗം മണ്ണ് മാന്ത്. ചെടി കിട്ടി. അയ്യോ, ഓടിക്കോ, ആൾക്കാർ വരുന്നുണ്ട്. ചിണ്ടാ, നോക്കി, എനിക്ക് തണ്ടാണ് കിട്ടിയത്. എനിക്ക് വേര്, നിനക്കോ? ഇല. അയ്യേ, ഇലയോ? എനിക്ക് സുഗന്ധമുള്ള പൂവാണ് കിട്ടിയത്. കാറ്റിലെന്താ സുഗന്ധമില്ലാത്തത്? എന്ത്? ഞാൻ ഓമനിച്ചു വളർത്തിയ ചെടി കാണുന്നില്ലെന്നോ? ആരെവിടെ? കാവൽക്കാരാണത്ര, കാവൽക്കാർ. കാവൽക്കാരെ, നിങ്ങൾ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയിരുന്നോ? തോട്ടത്തിന്റെ കാടത്തി തന്നെ ഉണ്ടായിരുന്നു. എത്രയും വേഗം കള്ളന്മാരെ കണ്ടെത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ജോലി പോകുന്നതാണ്. രാജൻ, ഹായ്, നല്ല മണം. എവിടെ നിന്നായിരിക്കും? അതെ, ആ വാസന എവിടെ നിന്നായിരിക്കും? രാജൻ, ചിണ്ടന്റെ തൊടിയിൽ നിന്നാണ്. ചിണ്ടനെയും കൂട്ടുകാരെയും പിടിച്ചുകെട്ടി എന്റെ മുന്നിൽ ഹാജരാക്കൂ. രാജൻ, ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ തുരങ്കമുണ്ടാക്കി അതിലൂടെയാണ് തോട്ടത്തിലെത്തിയത്. ഞങ്ങൾക്ക് കിട്ടിയ ചെടിയുടെ ഭാഗങ്ങൾ നട്ടു. എനിക്ക് കിട്ടിയത് കിഴങ്ങായിരുന്നു. അതിൽ നിന്നാണ് ഈ ചെടി ഉണ്ടായത്. ഈ കള്ളന്മാരെ നാട് വളർത്തണം. രാജൻ, ഇവർ ചെടി മോഷ്ടിച്ചത് തെറ്റു തന്നെയാണ്. എന്നാലും നട്ടു നനച്ച് പുതിയ ചെടി ഉണ്ടാകാനല്ലേ ഇവർ ശ്രമിച്ചത്. ഒരു ചെടിക്ക് പകരം കുറേ ചെടികൾ ഉണ്ടാവുകയും ചെയ്തു. അതിനാൽ ഈ തവണ ഇവർക്ക് മാപ്പ് നൽകിക്കൂടെ? രാജൻ, ഞങ്ങളോട് ക്ഷമിക്കണം. മോഷണം തെറ്റു തന്നെയാണ്. മന്ത്രി പറഞ്ഞതിലും കാര്യമുണ്ട്. ഇത്തവണ നാം ക്ഷമിച്ചിരിക്കുന്നു.